ഹായ് എവരി വൺ വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേർഡ് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി കോൺവെർസേഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് ഒറ്റ പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മാക്സിമം നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നിങ്ങൾ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുക. ദെൻ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, വാട്ട് ഡിഡ് യു റീഡ് യെസ്റ്റർഡേ? വാട്ട് എന്ത് എന്നാണല്ലോ അല്ലേ മലയാളത്തിൽ. വാട്ടിൻ്റെ അർത്ഥം എന്താണ്? എന്ത് എന്നാലേ. അപ്പോൾ എന്താ നീ ചെയ്യുന്നത്, എന്താ നീ വായിക്കുന്നത്, എന്താ നീ വായിച്ചത്, എന്താ നീ പറയുന്നത്, എന്താ നീ പറഞ്ഞത്, ഇങ്ങനെ എന്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് വാട്ട് വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതായിട്ടോ, വാട്ട് വെച്ച് നമുക്ക് ചോദിക്കാവുന്നതായിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വാട്ട് ഡിഡ് യു റീഡ് യെസ്റ്റർഡേ? ഇന്നലെ നീ എന്താ വായിച്ചത്? വാട്ട് എന്ത്. ഡിഡ് യു റീഡ്, ഡിഡ് കഴിഞ്ഞിട്ട് നമ്മൾ വേർബിനെ ഫസ്റ്റ് ഫോമിലായിട്ട് കൊണ്ടുവരേണ്ടത്. റീഡ്, റെഡ് എന്നല്ല കേട്ടോ. യെസ്റ്റർഡേ കണ്ടിട്ട് നമ്മളവിടെ റെഡ് എന്ന് ചേർക്കാനായിട്ട് പാടില്ല കേട്ടോ. ഡിഡ് പാസ്റ്റിനെയാണ് കാണിക്കുന്നത്. സോ നമ്മൾ വേർബിനെ ബേസ് ഫോമിൽ, അതായത് ഫസ്റ്റ് ഫോമിലാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. സോ വാട്ട് ഡിഡ് യു റീഡ് യെസ്റ്റർഡേ? അപ്പോൾ പാസ്റ്റിൽ എന്തൊരു ആക്ഷൻ കഴിഞ്ഞതിനെ പറ്റി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഡിഡ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. വാട്ട് ഡിഡ് യു റീഡ് യെസ്റ്റർഡേ? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് യുവർ മദർ? വാട്ട്സ് യുവർ മദർ എന്താണ്? നിൻ്റെ അമ്മ എന്താണ് എന്നാണ്, എന്ന് വെച്ചാൽ നിൻ്റെ അമ്മയുടെ ജോബ് എന്താണെന്നാണ് കേട്ടോ. വാട്ട് ഈസ് യുവർ മദർ? വാട്ട്സ് യുവർ ഫാദർ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ ജോലി എന്താണ്, അല്ലെ അമ്മേൻ്റെ ജോലി എന്താണെന്നാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ പറയില്ലേ മൈ മദർ ഈസ് എ ഡോക്ടർ, മൈ മദർ ഈസ് ഹൗസ് വൈഫ്. ഓക്കെ, അപ്പോൾ ഇതിനുള്ള ആൻസറാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻഡ്? വാട്ട് ഹാപ്പൻ, എന്താ സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ ഇവിടെ ഡിഡ് വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വേർബ് ഹാപ്പൻ എന്നുള്ളത് ഹാപ്പൻഡ് എന്നാക്കി മാറ്റിയത് കേട്ടോ. ദെൻ നെക്സ്റ്റ്, അവൻ എന്താണ് പറഞ്ഞത്? വാട്ട് ഡിഡ് ഹി സേ? ഡിഡ് വന്നുകൊണ്ട് എന്താണ് വേർബിന് ഫസ്റ്റ് ഫോമിൽ സേ എന്നാട്ടോ, സെഡ് അല്ല. വാട്ട് ഡിഡ് ഹി സേ? വാട്ട് ഡിഡ് ഹി സേ? ഓക്കെ, നെക്സ്റ്റ്, നിൻ്റെ ഏറ്റവും ഫേവറായിട്ടുള്ള മൊബൈൽ ആപ്പ് ഏതാണെന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മൊബൈൽ ആപ്പ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് മൊബൈൽ ആപ്പ്? ഓക്കെ, നെക്സ്റ്റ്, ചുമരിൽ എന്താണ് തൂങ്ങിക്കിടക്കുന്നത് എന്ന് ചോദിക്കണം. ഇതെങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് എന്താണ് എന്നല്ല. ഇപ്പോൾ വാട്ട് ഈസ് ഹാങ്ങിങ് ഓൺ ദ വാൾ. വാട്ട് ഈസ് എന്താകുന്നു ഹാങ്ങിങ് ഓൺ ദ വാൾ. അടുത്ത ചോദിക്കുകയാണ്, എന്താണ് ആ ശബ്ദം? എന്താണ് ആ ശബ്ദം, അല്ലെങ്കിൽ എന്താണ് നോയ്സ് എന്ന് നമുക്ക് ചോദിക്കണം. വാട്ട് ഈസ് ദാറ്റ് നോയ്സ്? ദാറ്റ് അത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദാറ്റ് നോയ്സ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് സൗണ്ട്? ഓക്കെ, നെക്സ്റ്റ്, നീ നാളെ എന്താ ചെയ്യുന്നത്? ഓക്കെ, നാളെ നീ എന്താ ചെയ്യുക എന്ന് നമ്മൾ ചോദിക്കാറില്ലേ. വാട്ട് വിൽ യു ഡു ടുമോറോ? വാട്ട് വിൽ എന്നാട്ടോ, അതായത് ഭാവിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിൽ എന്നാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ വാട്ട് വിൽ യു ഡു ടുമോറോ? വിൽ യു ഡു ടുമോറോ എന്നാട്ടോ. നെക്സ്റ്റ്, നിൻ്റെ ഫേവറേറ്റ് മൂവി ഏതാണെന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മൂവി? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മൂവി? നെക്സ്റ്റ്, ലഞ്ചിന് എന്താണുള്ളത്? അതായത് ലഞ്ച് എന്ന് വെച്ചാൽ അറിയാമല്ലോ അല്ലേ, ഉച്ചയ്ക്ക് ഭക്ഷണത്തിനാണ് നമ്മൾ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ലഞ്ചിന് എന്താണെന്ന് ചോദിക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാം, വാട്ട്സ് ഫോർ ലഞ്ച്? വാട്ട്സ് ഫോർ ലഞ്ച്? ലഞ്ചിന് എന്താണ്? നെക്സ്റ്റ്, നിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ നിൻ്റെ ഗോൾ എന്താണ് അല്ലേ? നിൻ്റെ ഗോൾ എന്താണ്? അതായത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്താവാനാണ് ആഗ്രഹം, നിൻ്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ വാട്ട് ഈസ് എന്താകുന്നു എന്ന് വെച്ചാൽ വാട്ട് ഈസ് യുവർ ഗോൾ? ഓക്കെ, വാട്ട്സ് യുവർ ഗോൾ? നെക്സ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റിന് നീ സാധാരണ എന്താണ് കഴിക്കാറുള്ളത്? സാധാരണയായിട്ട് നീ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിക്കാറുള്ളത് എന്ന് ചോദിക്കണം. വാട്ട് ഡു യു യൂഷ്വലി ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? വാട്ട് ഡു യു, ഇവിടെ നമ്മൾ ഡു യു എന്നാണ് ചേർക്കുന്നത് കേട്ടോ. സോ ഇതൊരു ഹാബിച്വൽ ആക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. സാധാരണ നീ എന്താ ചെയ്യാറ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വാട്ട് ഡു യു വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടോ. വാട്ട് ഡു യു യൂഷ്വലി ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? ഓക്കെ, നെക്സ്റ്റ്, ഇനിയിപ്പോൾ എന്താ നിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കണം. ഇന്നെന്താ നിൻ്റെ പ്ലാൻ എന്ന് നമുക്ക് ചോദിക്കാം. വാട്ട് ഈസ് യുവർ പ്ലാൻ ഫോർ ടുഡേ? വാട്ട്സ് യുവർ പ്ലാൻ ഫോർ ടുഡേ? വാട്ട്സ് യുവർ പ്ലാൻ ഫോർ ടുഡേ എന്ന് ചോദിക്കാം അല്ലേ. നെക്സ്റ്റ്, നീ ഡിന്നറിന് എന്താണ് കൊണ്ടുവന്നത് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ഡിഡ് വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുക. വാട്ട് ഡിഡ് യു ബ്രിങ് ഫോർ ഡിന്നർ? വാട്ട് ഡിഡ് യു ബ്രിങ് ഫോർ ഡിന്നർ? ബ്രിങ് എന്നുള്ള ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്,
അടുത്തൊരു ക്വസ്റ്റ്യനാണ്. നിനക്ക് ഡാൻസ് കളിക്കാനായിട്ട് ഏത് തരം മ്യൂസിക്കാണ് ഇഷ്ടപ്പെടുന്നത്? ഇഷ്ടം അല്ലേ? നിനക്ക് ഡാൻസ് കളിക്കാനായിട്ട് ഏത് തരം മ്യൂസിക്കാണ് വേണ്ടത്? അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക്, ഏത് തരം മ്യൂസിക്, വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡു യു വോണ്ട് ടു ഡാൻസ് ടു? ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡു യു വോണ്ട് ടു ഡാൻസ്? ഓക്കെ, നെക്സ്റ്റ് അവരെപ്പോഴാണ് തിരിച്ച് വരിക എന്ന് നമുക്ക് ചോദിക്കണം. അപ്പോൾ എങ്ങനെ നമുക്ക് ചോദിക്കാം? വാട്ട് ടൈം, എപ്പോഴാ, ഏത് സമയത്താണ് ചോദിക്കാനായിട്ട് വാട്ട് ടൈം ആർ ദേ കമ്മിങ് ബാക്ക്, വാട്ട് ടൈം ആർ ദേ കമ്മിങ് ബാക്ക്. നെക്സ്റ്റ് സമയം എത്രയാണെന്ന് ചോദിക്കണം. എങ്ങനെ നമുക്ക് ചോദിക്കാം? വാട്ട്സ് ടൈം നൗ, ഇപ്പോൾ എത്ര സമയം? വാട്ട്സ് ടൈം നൗ. ഓക്കെ, നെക്സ്റ്റ് കമ്പനിയിൽ നിനക്ക് എന്താണ് ജോലി? ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? വാട്ട് ഈസ് യുവർ ജോബ് അറ്റ് ദ കമ്പനി, വാട്ട്സ് യുവർ ജോബ് അറ്റ് ദ കമ്പനി. ഓക്കെ, അടുത്തത് നിൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ എന്താണെന്ന് ചോദിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? വാട്ട് ആർ യുവർ ഹോപ്സ് ആൻഡ് ഡ്രീംസ്, വാട്ട് ആർ എന്തൊക്കെയാണെന്നുള്ളത് കുറേ എണ്ണത്തെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. സോ നമ്മൾ ആർ എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ, ഈസ് അല്ല കേട്ടോ. അപ്പോൾ വാട്ട് ആർ യുവർ ഹോപ്സ് ആൻഡ് ഡ്രീംസ് എന്നാണല്ലേ. ഹോപ്സും ഡ്രീംസും എന്തൊക്കെയാണ്? അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ആർ എന്നുള്ള ഓക്സിലറി വെർബ് യൂസ് ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് എന്താണ് വ്യത്യാസം? ഇത് നമുക്ക് ചോദിക്കാം. വാട്ട്സ് ദ ഡിഫറൻസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ, ഇനി എന്തായിരുന്നു വ്യത്യാസം എന്നാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ എങ്ങനെ പറയാം? വാട്ട് വാസ് ദ ഡിഫറൻസ്, വാട്ട് വാസ് ദ ഡിഫറൻസ് എന്നായിട്ട്. ഈസ് ആകുന്നു, വാസ് ആയിരുന്നു. അപ്പം എന്തായിരുന്നു എന്ന് ചോദിക്കാനാണെങ്കിൽ നമ്മൾ വാട്ട് വാസ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. എന്തൊക്കെയായിരുന്നു, അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ വാട്ട് വേർ എന്ന് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്തിനെക്കുറിച്ചാണ് അപ്പം നീ സംസാരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കണം നമുക്ക്. അപ്പോൾ വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്, വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്. യു എന്നുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആർ എന്നുള്ള ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്. നെക്സ്റ്റ് നിനക്കിപ്പോൾ എന്താ അറിയാൻ ആവശ്യം? ഇത് നമുക്ക് ചോദിക്കാം. വാട്ട് ഡു യു നീഡ് ടു നോ, വാട്ട് ഡു യു നീഡ്, നിനക്ക് എന്താ ആവശ്യം? ടു നോ, അറിയാൻ അല്ലേ. വാട്ട് ഡു യു നീഡ് ടു നോ. നെക്സ്റ്റ് എന്താ ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കണം. എന്താ ഇപ്പോൾ അവിടെ കാര്യം, എന്താ ഇപ്പോൾ അവിടെ അല്ലേ, എന്തോ ഒരു ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് ഗോയിങ് ഓൺ. ദ ഗോയിങ് എന്ന് വെച്ചാൽ എന്താണ്? ഗോയിങ് ഓൺ എന്ന് വെച്ചാൽ എന്താണ്? കണ്ടിന്യൂ ചെയ്യുക, എന്തോ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ഗോയിങ് ഓൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ഗോയിങ് ഓൺ ദർ. ഓക്കെ, നെക്സ്റ്റ് ഇന്നലെ എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് ചോദിക്കണം. ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ, ഹാപ്പൻഡ് യെസ്റ്റർഡേ, വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. നെക്സ്റ്റ് നീ എന്തിനാ ഇപ്പോൾ കാത്തു നിൽക്കുന്നത്, നീ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കണം. ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ, വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ. നീ എന്തിനു വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത്? വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യനാണ്. നിൻ്റെ വീക്ക്നെസ് എന്താണ്? വാട്ട് ഈസ് യുവർ വീക്ക്നെസ്, നിൻ്റെ വീക്ക്നെസ് എന്താണ്? നെക്സ്റ്റ് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ട്രാവൽ ഡെസ്റ്റിനേഷൻ, വാട്ട്സ് യുവർ ഫേവറേറ്റ് ട്രാവൽ ഡെസ്റ്റിനേഷൻ. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന നിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഏതാണ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് ട്രാവൽ ഡെസ്റ്റിനേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും മതിയല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് അത്യാവശ്യം ഒരു 20-25ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വാട്ട് എന്തെന്നാണ്, വാട്ട് ഡിഡ് എന്ന് വെച്ചാൽ നമ്മൾ പാസ്റ്റിൽ കഴിഞ്ഞ് പോയ കാര്യത്തെ പറ്റി ചോദിക്കുമ്പോഴാണ് നമ്മൾ വാട്ട് ഡിഡ് വെച്ച് ചോദിക്കുന്നത്. വാട്ട് ഡു യു എന്ന് വെച്ച് ചോദിക്കുന്നത് നമ്മളിപ്പോൾ സാധാരണയായിട്ട് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ചോദിക്കാനാണ്. വാട്ട് വാസ് എന്തായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾ വാട്ട് വാസ് യൂസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.